അന്വേഷണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടും ബി.ജെ.പിയുടെ ആരും വലിയ പ്രതിയല്ലല്ലോ. അവിടെ ബി.ജെ.പിയിലേക്ക് ഈ വണ്ടി കെട്ടണമെന്നും ഈ തൊഴുത്തിലേക്ക് കോടതി എങ്ങനെ കേൾക്കുമെന്നാണ് അരുൺകുമാറിന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണോ, അതോ കോടതിയിൽ ഈ കാര്യങ്ങൾ ഇ.ഡി. പരിശോധിച്ചിട്ടില്ല എന്നൊരു കോടതിയിൽ ഒരു കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും? ഇപ്പോൾ ഇ.ഡിക്കെതിരെ മാർച്ച് നടത്താൻ പോകുന്നു, പ്രതിഷേധ പരിപാടി നടത്താൻ പോകുന്നു. അതുകൂടാതെ നിയമപരമായി എന്ത് സാധ്യതയാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ളത്? ഞാനതിലേക്ക് വരാം. ശ്രീ റിട്ടയർഡ് SP പറഞ്ഞത് പോലീസ് റഫർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഇ.ഡിക്ക് വേണ്ടതെന്നാണ്. ഇപ്പൊ ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത് ട്രാവൻകൂർ പാലസിന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കാനാണ് ധർമ്മരാജൻ പറഞ്ഞതനുസരിച്ച് ജംഷീർ ഈ പണം കൊണ്ടുവന്നതെന്നാണ് കണ്ടെത്തിയതായിട്ടുള്ള വിവരമുള്ളത്. അപ്പൊ അതിന് എഗ്രിമെന്റും ഡോക്യുമെന്ററി എവിഡൻസും വേണ്ടേ? ഏതെങ്കിലും ഘട്ടത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അത്തരത്തിലൊരു പ്രോപ്പർട്ടി വിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒറ്റമിനിറ്റ് ഞാൻ പറയട്ടെ, എന്റെ സമയമല്ലേ. അതായത് ഒരു തരത്തിലും ഒരു പരിശോധനയുമില്ലാതെ 2 ലക്ഷം രൂപയിലധികം ഏതെങ്കിലും ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ബാങ്ക് വഴി വേണം ഇവിടുത്തെ നിയമപ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ. ഇ.ഡി സമ്മതിക്കുകയാണ് 3.5 കോടി രൂപ ഒരു കച്ചവടത്തിനായിട്ട് ആ കാറിൽ കൊണ്ടുപോയതാണെന്ന് ഇതിലെ ആ കൊണ്ടുപോയ ആള് പറഞ്ഞു, കൊടുത്തുവിട്ടയാള് പറഞ്ഞു. അതിൽ ഞങ്ങൾ തൃപ്തരാണെന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം പൈസയുടെ ട്രാൻസാക്ഷനൊക്കെ ഭയങ്കര നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ 3.5 കോടി രൂപ പണം ഇങ്ങനെ കൊണ്ടുപോയി എന്ന് ഇ.ഡി വിശ്വസിക്കുന്നു. പണമായിട്ട് കൊണ്ടുപോയി, ബാങ്ക് ട്രാൻസ്ഫർ അല്ല. ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും തുഷാർ വെള്ളാപ്പള്ളി അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ട്, എഗ്രിമെന്റ് ഉണ്ടെന്ന്. അപ്പോ ഇ.ഡി ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കഥ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകും. ഇത് ചില ആളുകളെ വെളുപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് കേസ് പിടിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴി എടുത്തിട്ടില്ല, ഒരു എഗ്രിമെന്റും ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടില്ല. ഇ.ഡി ഒരു കഥയുണ്ടാക്കി ആ കഥ വച്ച് അവസാനിപ്പിക്കുന്നു. ഇവിടെ കെ സുരേന്ദ്രൻ ഇതിൽ 7ാം സാക്ഷിയായിരുന്നു. ആ സുരേന്ദ്രൻ പറയുന്നത് ഭാരത ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ കേസിലെ 2ാം സാക്ഷിയായ ധർമ്മരാജനെ അറിയാം. 2ാം സാക്ഷി പാർട്ടി അനുഭാവിയാണ്, പാർട്ടിയെ സഹായിക്കാറുണ്ടെന്നും 2ാം സാക്ഷിയുമായി ബന്ധപ്പെടാറുണ്ടെന്നും 3-4-2001 തീയതി ധർമ്മരാജനുമായി ടിയാൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ധർമ്മരാജന്റെ കാർ കവർന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അപ്പൊ കാറിൽ 3.5 കോടി രൂപ കവർന്നതായിട്ട് അറിഞ്ഞു. 3-ാം തീയതി പുലർച്ചെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ജീവനക്കാരൻ ഇപ്പോൾ ബി.ജെ.പി പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണെന്നും ഈ കേസിലെ 2ാം സാക്ഷി ധർമ്മരാജനെ അറിയാം. കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2ാം സാക്ഷിയെ ചില കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും 3-4-2021 തീയതി പുലർച്ചെ 5:30 മണിയോടെ 2ാം സാക്ഷി ടിയാനെ വിളിച്ച് ടിയാന്റെ കാർ കവർന്നതായും 7ാം സാക്ഷി സുരേന്ദ്രൻ, 8ാം സാക്ഷി ഗണേശ് എന്നിവർ ഓഫീസിലുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നും ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കുന്നു, സംസ്ഥാന ഓഫീസിന്റെ സെക്രട്ടറിയെ വിളിക്കുന്നു, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയെ വിളിക്കുന്നു. പുലർച്ചെ 5 മണിക്ക്. അപ്പോ ബി.ജെ.പിക്ക് പരാതി കൊടുക്കണേ 7-4. എന്നാൽ ഈ സംസ്ഥാന പ്രസിഡന്റ് പറയണ്ടേ, സംസ്ഥാന പ്രസിഡന്റ് പറയണ്ടേ ഈ പണം നഷ്ടപ്പെട്ടു ഒരു പരാതി കൊടുക്കാൻ? 4-ാം തീയതി പരാതി കൊടുക്കുന്നില്ല, 5-ാം തീയതി പരാതി കൊടുക്കുന്നില്ല, 6-ാം തീയതി പരാതി കൊടുക്കില്ല. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിച്ചല്ലേ 3.5 കോടി ഉണ്ടെന്ന് കണ്ടെത്തിയേ? ഈ പോലീസ് കൃത്യമായി ഇ.ഡിക്ക് കൊടുത്ത കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 27 ലക്ഷം രൂപ ഹവാല ചാലു വഴിയും 27 കോടി രൂപ 14 കോടി രൂപ കർണാടകത്തിൽ നിന്നും വന്നതായിട്ട് മൊഴിയുണ്ട്. ഇന്നതാണ് മൊഴി, എല്ലാം മൊഴിയും ഹാജരാക്കുന്നു. അതാണ് ഇപ്പോൾ 41.4 കോടി രൂപയുടെ സോഴ്സ് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് 3.5 കോടി രൂപ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി. ഞാൻ കണ്ടു, എന്റെ ഓഫീസിൽ 6 ചാക്കിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ തിരൂർ സതീശനെ മാത്രം ചോദ്യം ചെയ്യുന്നില്ല. ഇ.ഡി അല്ലേ, സാധാ ലോക്കൽ പോലീസ് ഒന്നും അല്ലല്ലോ, സാധാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലല്ലോ. ഞാൻ കണ്ടു, ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് മൊഴി പറഞ്ഞ ആളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ ഈ കുറ്റപത്രം കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ അത് PMLA കോടതി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി 2-3 തവണ ഈ കേസിൽ ഇടപെട്ട് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് ചോദ്യം ചോദിക്കുകയും ചെയ്ത കേസിൽ അങ്ങനെ ഈ കേസ് അവസാനിക്കുമെന്ന് ആരും കരുതുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തും. 29-ാം തീയതി കൊച്ചിയിലെ ഇ.ഡി ഓഫീസിലേക്ക് ഞങ്ങൾ 10,000-കണക്കിന് ആളുകൾ അണിനിരത്തി മാർച്ച് സംഘടിപ്പിക്കുന്നു. നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. കാരണം ഇവിടെ ഏതെങ്കിലും CPM അനുഭാവിയുടെ അകന്ന ബന്ധുവിനെതിരാണ് ഈ ആരോപണം വന്നെങ്കിൽ ഇ.ഡി എത്ര വർഷം എത്ര പേരെ ചോദ്യം ചെയ്ത് എത്ര പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി എത്ര അന്വേഷണം നടത്തിയേനെ?
പ്രോസസ് ഈസ് ദ പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ എത്ര പണിഷ്മെന്റ് നടത്തിയേനെ. കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴും സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുകയല്ലേ. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം, ഇതെല്ലാം ഇഡി അന്വേഷിച്ച് ഇടയ്ക്ക് വെച്ച് അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ചുപോയില്ലേ. ഇപ്പൊ ബിജെപിയുടെ നേതാക്കന്മാർ പ്രതിപട്ടികയിൽ വന്നപ്പോ പ്രത്യേക തരത്തിലുള്ള അന്വേഷണം, പ്രത്യേക തരത്തിലുള്ള കഥ, 3.5 കൊല്ലം അടയിരിക്കുന്നു കുറ്റപത്രത്തിന്റെ മുകളിൽ. അതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു നിർബന്ധമായിട്ടുള്ള ഇടപെടലും ഉത്തരവും വന്നപ്പോ കൊണ്ടുവന്നിട്ട് ഒരു കുറ്റപത്രം, ഒരു പേപ്പർ കൊടുത്തിട്ട് എല്ലാവരെയും എക്സോണറേറ്റ് ചെയ്ത് അവസാനിപ്പിച്ച രീതി, ഇത് രാഷ്ട്രീയ കേരളം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് ഇ ഡിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് ഇ ഡി പ്രവർത്തിക്കുന്ന എന്തിനാണ്? ബിജെപിക്ക് ആളെ കൂട്ടാൻ, പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താൻ, പ്രതിപക്ഷ പാർട്ടികളെ വെളുപ്പിച്ച് വാഷിംഗ് മെഷീനിൽ വെളുപ്പിച്ച് ബിജെപി ആക്കാൻ, രാഷ്ട്രീയപരമായി ബിജെപിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഒരു ഏജൻസി ആയിട്ട് മാറിയിരിക്കും. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നിലപാട് ഇന്നും സ്വീകരിച്ചത്? ഒറ്റക്കാര്യം കോൺഗ്രസ് ഇവിടെ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു, ഇത് ധർമ്മരാജൻ കൊടുത്ത പണം. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ധർമ്മരാജൻ കൊടുത്ത പണം ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഷാഫി പറമ്പിലിനും 4 കോടി കൊടുത്തിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ധർമ്മരാജനെ കോൺഗ്രസും ബിജെപിയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാ പറഞ്ഞേ. അത് ഇതുവരെ ഷാഫി പറമ്പിൽ നിഷേധിച്ചിട്ടില്ല, പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചിട്ടില്ല, KPCC പ്രസിഡന്റ് നിഷേധിച്ചിട്ടില്ല, കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക നേതൃത്വവും ഞങ്ങൾക്ക് ഇങ്ങനെ പണം കിട്ടിയിട്ടില്ല, ഷാഫി പറമ്പിൽ കൊടുത്തിട്ടില്ലെന്ന് നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചിരുന്നു അരുൺ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.